ഒരു സാധാരണക്കാരന് കടയിൽ കയറി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ വിവരം അറിയിക്കാം. പിന്നെ കോൾ നമ്പർ വല്ലതും ഉണ്ടോ ഇതിനകത്ത്? ഇത് ഈ കാണുന്നല്ലേ ടോൾ ഫ്രീ നമ്പർ? ഇത് തന്നെയല്ലേ ടോൾ ഫ്രീ നമ്പർ? ഇത് വളരെ ഉപകാരമുള്ള കാര്യം കേട്ടോ. ഞാൻ പല ഹോട്ടൽസിലും ഭക്ഷണം കഴിക്കാൻ പോയിട്ട് എനിക്ക് വളരെ സങ്കടകരമായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോരുക എന്നുള്ളതായിരുന്നു നേരത്തെയൊക്കെ. നമ്മളെ കാശും പോവും, സമയം പോവും. എനിക്ക് നല്ല ഫുഡ് പോയിസൺ കിട്ടിയിട്ടുള്ള അന്ന് ദിവസം. എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു ഫുഡ് പോയിസൺ കിട്ടിയിട്ട് ഞാൻ ഇത്രയും ഹെൽപ്ലെസ് ആയി പോണത്. ഈ മറ്റേ ഈ മീൻകറി കഴിച്ചു, കേരക്കറി അതിലുണ്ടായിരുന്നു. ഞാൻ വളരെ ഇതായിട്ട് കണ്ടിരുന്നൊരു കടയായിരുന്നു. ഞാൻ പേര് പറഞ്ഞില്ല, ഇനിയിപ്പോൾ അവരെ നമുക്ക് ചെയ്യണമെന്നില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ട്രാജഡി ആയി പോയതോ. ചിലവർ എന്നിട്ട് അതിന്റെ ഒരു റിസൾട്ട് അവർക്കും കൊടുക്കും, ഈ കംപ്ലൈന്റ് ഉള്ളവർക്കും കൊടുക്കും. നമ്മള് പിന്നെ അത് പോലീസിൽ ഇൻഫോം ചെയ്യോ? ADM-നാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടല്ലേ ഇത്തരം കാര്യങ്ങള്? അതെ തന്നെ. അടച്ചു പൂട്ടാൻ തന്നെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പിന്നെ അതിനോടനുബന്ധിച്ച് അവിടെ ഒന്ന് റൈഡൊക്കെ ഒന്ന് മൊത്തം നടത്തി. ഒരുപാട് ഹോട്ടൽസ് ഞങ്ങളുടെ ആലുവ, എറണാകുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഹബ്ബാണല്ലോ. അപ്പോൾ അവിടെ ടൂറിസ്റ്റ് എല്ലാം വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട് കർശനമായിട്ട്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നിയത് FSSAI ആണെങ്കിലും. ഇപ്പോൾ പുതിയൊരു ഹോട്ടൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുവാണെങ്കിലും നിങ്ങളുടെ അനുവാദം, ലൈസൻസ് എടുക്കണം, രജിസ്ട്രേഷൻ വേണം. FSOനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സഹായത്തോടു കൂടി അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് ആ നടത്തുന്നവർക്ക് ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അല്ലേ, ബോധവൽക്കരണം. അതൊക്കെ ആയാലും മാത്രമാണ് കിട്ടുള്ളൂ. ഇത് ഹോട്ടൽ ഉടമയാണ് ചെയ്യേണ്ടത് ശരിക്കും അല്ലേ? ഹോട്ടൽ ഉടമ ആ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണം. പിന്നെ സ്റ്റാഫിന്റെ ഹെൽത്ത് കാർഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഓരോ ജോലി എടുക്കുന്ന ഓരോ ജോലിക്കാരനും പെർഫെക്റ്റ് ആണ്. ഭക്ഷ്യവിതരണമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും FSSAIയുടെ ഇതിലാണല്ലേ. നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒരു ഉപകാരം ആവട്ടെ, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം.